അച്ഛാ അച്ഛാ, എൻ്റെ ഈ അവസ്ഥയിൽ പഴയ പോലെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങും തണലാവാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പഴയതുപോലെ ആവണമെന്നില്ല, ഇപ്പോൾ ഉള്ളതുപോലെ മതി. ജീവൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അച്ഛൻ്റെ കൂടെ ഞാനും വന്നോട്ടെ. വച്ച് കളിക്കാതെ പണി എത്രയും പെട്ടെന്ന് തീർക്കണേ. രാവും പകലില്ലാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 ദിവസം വേണം. ഇനി ഞാൻ വിളിക്കുമ്പോൾ എന്റെ സ്വരം ഇതായിരിക്കില്ല. ഇനി യേശുദാസിന്റെ സ്വരത്ത് പറഞ്ഞു കഴിഞ്ഞാലും പണി 2 ദിവസം കൂടെ വേണ്ടി വരും. നേരെ ആക്കട്ടെ. ഞാൻ വിളിക്കാം. ശരി അച്ഛാ, നമുക്ക് നാളെ രാവിലെ വീട്ടിലേക്ക് പോയാലോ? എങ്ങനെ പോവും? നേർച്ചയില്ലേ? അല്ല, അപ്പം അതെത്ര ദിവസം എടുക്കും? ജീവിത ചുറ്റുപാടിൽ എത്രയും പെട്ടെന്ന് എത്താനല്ലേ ഡോക്ടർക്ക് എന്തറിയാം? ഇവിടുത്തെ ചുറ്റുപാട് ഡോക്ടർക്ക് അറിയോ? പിന്നെ ഇവ ഇന്ന് ജീവിച്ചിരിക്കുന്നവന്റെ അമ്മയുടെ നേർച്ച കാരണോ? 2 ദിവസം എടുക്കും. വീട്ടിൽ 2 ദിവസം എടുക്കും. കൂടിയുണ്ട്. ഇനി എന്താ? ഇതൊരു പരീക്ഷണമാണ്. ഏറ്റു ഏൽക്കില്ലെന്ന് പറയാൻ പറ്റേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ. ഒരാളെ കൊല്ലാനല്ലേ നമുക്ക് ആവാത്തുള്ളൂ. സ്വയം ആത്മഹത്യയിലേക്ക് തന്നെ വിടാല. ബിനു കാരണം ഈ കുടുംബം കടബാധ്യത കയറി കൂട്ടാത്മഹത്യ ചെയ്യാന്നുള്ള പ്രതീതി അവനാദ്യം ഉണ്ടാക്കണം. വിഷം കഴിക്കുമ്പോൾ ആദ്യം അവനെ കൊണ്ട് കുടിപ്പിക്കണം. നമ്മൾ കുടിക്കാന്ന് അഭിനയിക്കാനേ പാടൂ. മനസ്സിലായ? പിന്നെ പഴയ കണ്ടീഷനിലേക്ക് എത്തുകയാണെന്ന് കരുതുക. എന്നിട്ടൊരു നല്ല മനുഷ്യനായി മാറിയാലോ? എത്ര ശതമാനം? ഞാൻ അവൻ്റെ അമ്മയാ. അവനെ എനിക്കറിയാം. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഓർമ്മയിലെത്തിയ അവൻ പഴയതിലും മോശമാവും. സ്നേഹിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതായിരുന്നു ദൈവം കോമയിലൂടെ. പക്ഷെ അവൻ ആ പഴയ ബിനു ആയാൽ അതാണ് ഇത് സെഞ്ചുറി എടുക്കും. ബിനുവിനെ സംസാരിച്ച് സമ്മർദ്ദപ്പെടുത്തി കൂട്ടാത്മഹത്യ ചെയ്യാന്ന മുൻപിലെത്തിക്കുന്ന ജോലി കിട്ടിയാ ഏറ്റെടുത്തു. സഞ്ജു തന്നെ ഈ പണി ചെയ്യാൻ നല്ലത്. പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും ആ ചെകുത്താനെ നമ്മൾ കീഴടങ്ങരുത്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, മാറ്റണ്ടാവരുത്. ഓക്കെ, എൻ്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇതെന്റെ വിധിയല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ആലോചിക്കുന്നത് നിഷിമയെ കുറിച്ചാ. നിഷമിക്ക് എന്ത് പറ്റിയച്ചാ? ഒന്നുമില്ല, ഞാൻ കരുതി ബിനുവിന് എൻ്റെ പാരമ്പര്യമാണെന്ന്. അവനവൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ്. അതേ സെയിം ജീനാ എൻ്റെ മോക്കും നിൻ്റെ ഭാര്യയ്ക്ക്. നീയും തച്ചു വച്ചോ. എനിക്കിവിടെ വന്നപ്പോഴേ അളിയൻ്റെ അച്ഛനമ്മയെ ഓർമ്മ വന്നു. പാവങ്ങൾ എത്ര തവണ ഇതുപോലുള്ള സ്ഥലങ്ങൾ ആത്മഹത്യക്ക് വന്നിട്ടുള്ളത്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. വൻ റിച്ച് ഫാമിലി ആയിരുന്നല്ലോ. അളിയനൊരുത്തനല്ലേ അവരുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത്. അളിയൻ്റെ ഒടുക്കത്തെ ഓൺലൈൻ റമ്മി. കുടുംബത്തിൻ്റെ മാനവും പോയി, കാശും പോയി, ഇല്ലാത്ത കടബാധ്യത ഉണ്ടാക്കി. അളിയൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ 2 പ്രാവശ്യം അവിടെ നിന്ന് ചാടിയനെ. വിഷം കലർത്തിയ ഒരു ഭക്ഷണത്തളികയ്ക്ക് മുൻപിൽ കൂട്ടാത്മഹത്യക്കരിക്കുന്ന അളിയനും ഫാമിലിയും. ഓ അളിയ, അത് ഓർത്തിട്ട് തന്നെ എൻ്റെ ഉറക്കം പോയി. കഴുകന്മാർ കൊത്തിവലിക്കുന്ന ശവശരീരങ്ങൾക്ക്. അളിയ, നമുക്ക് പോവാളിയ, എനിക്ക് പേടിയാവുന്നു. പോവാം. വാളിയ വാ, ഇരിക്ക്. കോഫി പറയട്ടെ? അളിയ, ഇന്നലെ പറഞ്ഞത് ആലോചിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാനുണ്ടാക്കിയ കടമൊക്കെ എനിക്ക് തീർക്കാൻ പറ്റുമെന്നറിയില്ല. അളിയൻ പറഞ്ഞത് ഞാൻ വെറുതെ സങ്കല്പിച്ചു. വിഷം പുരട്ടിയ ഭക്ഷണത്തലികയുടെ ചുറ്റുമിരിക്കുന്ന കുടുംബം. എന്നിട്ട് നമ്മൾ കുടുംബം മുഴുവനും. കുടുംബം മുഴുവനല്ല, അമ്മയും അച്ഛനും പിന്നെ അളിയനും. അച്ഛനും അമ്മയും ഞാനും. ഈ വിഷം കലക്കി വെച്ച ഭക്ഷണം ആദ്യം ആര് കഴിക്കും? അച്ഛൻ കഴിക്കുമോ?
അമ്മ കഴിക്കും, ഞാൻ കഴിക്കും. എനിക്കറിയില്ല അളിയ, കടബാധ്യതയൊക്കെ ആർക്കാ ഇല്ലാത്തത്? ഇതെൻ്റെ 2ാം ജന്മമല്ലേ? അതെ അതെ അതെ. എനിക്ക് മരിക്കണ്ട. അച്ഛനും അമ്മയും മരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ തക്കതായ കാരണമുണ്ട്. ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത്. അല്ല, അത് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? ഞാനൊന്ന് ശ്രമിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. എന്തായി വല്ല നടക്കുമോ? ആ, നടക്കും. വേണമെങ്കിലേ നമ്മളോട് എല്ലാവരും പോയി കൂട്ടാനുമതി ചെയ്തോളം പറഞ്ഞേക്കപ്പം പൊന്നം. ബിനു നമ്മൾ വിചാരിച്ച ആളല്ല. അയ്യോ, തൻ്റെ ഊള ഐഡിയ ഒന്നും അവിടെ ഏറ്റില്ല. ഹലോ ഡോക്ടറെ. ഞാൻ സന്തോഷ വാർത്ത പറയാൻ വിളിച്ചാണ്. വീണ്ടും സന്തോഷം. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടർ US നിന്ന് വളരെ കുറഞ്ഞ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പരിഗണിച്ച് അദ്ദേഹം ബിനുവിനെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഇതുവരെ തള്ളി തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഓർമ്മയുടെ ഗേറ്റ് ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഡോക്ടറെ, ഈ ചവിട്ടി പൊളിക്കുന്നതിന് പകരം ചാടി കിടക്കാൻ നോക്കാമല്ലോ അല്ലേ? അതും ട്രൈ ചെയ്യാം. അപ്പൊ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നാളെ കാലത്ത് ഹോസ്പിറ്റലിൽ എത്തണം. ശരി. ഇനി എന്താ ചെയ്യാ? തിരികെ പോവേണ്ടി വരും. ഫ്ലാറ്റിലെത്തുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനാണ് ചാൻസ്. അവൻ എന്തെങ്കിലും ഓർത്തെടുക്കും. ബിനുവിൻ്റെ കേസിൽ രൂപേഷ് എന്നോട് പറഞ്ഞത് റിക്കവറിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ടെന്നാണ്. ബട്ട് ഞാൻ നോക്കിയിട്ട് അങ്ങനെയല്ല കാണുന്നത്. റിക്കവറിക്ക് ചെറിയ സാധ്യതയല്ല, വലിയ സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ അപകടം ബിനുവിൻ്റെ മെമ്മറിയെ ഇല്ലാതാക്കിയിട്ടില്ല. ബട്ട് ദ കണക്ഷൻ, ആ കണക്ഷൻ ഉണ്ടല്ലോ, അതാണ് മിസ്സിംഗ്. എന്തായാലും ഞാൻ ഒരു 5-6 മാസത്തേക്കുള്ള മരുന്ന് എഴുതരാം, അത് കൊടുത്താൽ മതി. ഇനി ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ അധികം വൈകാതെ കിട്ടും. ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദ റിക്കവറി. അതുപോലെ ഈ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഗ്യാരണ്ടി ഉണ്ട്. സന്തോഷമായില്ലേ?